ഇതിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അതിനനുസരിച്ച് തന്നെ ഹെയ്റ്റും അതിൻ്റെ കൂടെ തന്നെ ഭീഷണിയും ഒക്കെ പ്രോബബ്ലി വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അത് ഉണ്ട്. എങ്ങനെയാണ്? അതാണ് ഇപ്പോൾ മുന്നേ പറഞ്ഞല്ലോ, അതായത് നമ്മളിത് പറയുമ്പോൾ എപ്പോഴും ഒരു മിഡിൽ ഗ്രൂപ്പിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. ഈ മിഡിൽ ഗ്രൂപ്പ് ആക്റ്റീവ് ആണെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ പണ്ട് ഫേസ്ബുക്കിൽ ഇടപെടുമ്പോൾ വിശ്വാസിയായിട്ടുള്ള ആളുകളുണ്ട്, അവിശ്വാസിയായിട്ടുള്ള ആളുകളുണ്ട്, നമ്മളെപ്പോലെ ഇത് അന്വേഷിക്കുന്ന ആളുകളുണ്ട്. ഈ അന്വേഷിക്കുന്ന ആളുകളാണ് ഈ റെസ്പോൺസസുമായിട്ട് വരുന്നത് കൂടുതലും. വിശ്വാസികൾ ഇത് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും നിൽക്കില്ല. കാരണം അവരവരുടെ ജോലിയായിട്ട് അവരുടെ മേഖലയിൽ നിൽക്കുന്ന ആളുകളാണ്. അവിശ്വാസികളും അവരുടെ വഴിയിൽ പോവുകയാണ്. പക്ഷേ ഇതിനിടയിൽ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അവരാണ് പരസ്പരം അങ്ങോട്ട്. അപ്പം മനസ്സിലാക്കിയ ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതേപോലെ മറുപടി കൊടുക്കും, അവർക്ക് തിരിച്ച് മറുപടി കൊടുക്കും. അപ്പോൾ അതിൽ തെറിവിളി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഒരു കാര്യം. അപ്പോഴേ ഇത് വർക്കൗട്ട് ആവുള്ളൂ. കാരണം ഇപ്പം നിങ്ങൾ ഹിന്ദുമത വിമർശനം നടത്തിയ ഈ മിഡിൽ ഗ്രൂപ്പില്ല. അതുകൊണ്ടാണ് ആരും ഇതിനെ പ്രതികരിക്കാനൊന്നും പോവില്ല. ഒരു സാധനം ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ചില ഈ ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് പോന്നിട്ടുള്ള ചില സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരിങ്ങനെ നമ്മൾ ഈ കോയ കോളിങ് അതുപോലെയുള്ള പരിപാടിയൊക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞാട് കോളിങ് എന്ന് പറഞ്ഞ് തുടങ്ങുക. അവർ നമ്പറൊക്കെ പബ്ലിഷ് ചെയ്തു. ഒരു പട്ടിക്കുഞ്ഞ് പോലും വിളിക്കണില്ല. കാരണം ഇത് ഡിഫെൻഡ് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? അതായത് ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് ഒരുപാട് തോട്ട്സൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. പക്ഷേ മരിക്കാറാവുന്ന സമയത്ത് അദ്ദേഹം എഴുതിയതിൽ അള്ളാഹുവിൻ്റെ ഖജനാവിൽ സമയം വളരെ കുറവാണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു വിശ്വാസിയായി. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഭയങ്കര ഇതൊന്നും ഇല്ല കേട്ടോ എന്നൊക്കെ പറയുന്ന ഒരു കുറച്ച് പ്രായമാകുമ്പോൾ, ഒരു 60-70 വയസ്സൊക്കെ ആകുമ്പോൾ തിരിച്ചില്ല ഇതൊക്കെ. അത് എങ്ങനെ ഒരു പേടിന്ന് വരുന്നതാണോ? അതിപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ്. അതായത് ഇതൊരു ഇമോഷണൽ, അതുപോലെ ഒരു നമ്മൾ കോഗ്നേറ്റീവ്ലി നമ്മൾ സൗണ്ടായിട്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഈ സെൽഫ് റിലയൻ്റ് ആയിട്ട് നിൽക്കുന്നത്, നമുക്ക് ഒരു അദൃശ്യ ശക്തിയുടെ അങ്ങനെ ഒരു ഹെൽപ്പ് വേണ്ടാത്തത്, ഇതൊക്കെ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നമ്മൾ ഇമോഷണലി സൗണ്ട് ആയിരിക്കണം. നമ്മളെ കോഗ്നേറ്റീവ് കാപ്പബിലിറ്റീസ് അവിടെ ക്ലിയർ ആയിട്ടിരിക്കുമ്പോഴേ അത് പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു ഒരു പ്രശ്നം വന്നാൽ ഇത് നമുക്ക് പറ്റില്ല. എന്നുവെച്ചാൽ പ്ലാൻ ബി ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. പ്ലാൻ എ തന്നെ കഷ്ടപ്പെട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്, പിന്നെയുള്ള ബിയും സിയും ഒക്കെ. അപ്പോൾ അത് നമുക്ക് കഴിയാതെ വരുമ്പോൾ പിന്നെ ഉള്ള വഴി എന്താണ്? എന്നാൽ ഇനിയിപ്പോൾ ഒക്കെ ദൈവത്തിന് വിടാം എന്നുള്ളൊരു ലൈനിലേക്ക് പോകും. അപ്പോൾ അത് നമ്മളുടെ ഒരു ഇൻസെക്യൂരിറ്റി, ഒരു അൺസർട്ടൈനിറ്റിയിലാണ് സത്യത്തിൽ ഈ ദൈവങ്ങൾ വീണ്ടും കടന്നു വരുന്നത്. അതാണ് നമ്മൾ വീണ്ടും പറയുന്നത്. അപ്പോൾ അതാണ്, ഇനി ഇതിങ്ങനെ സംഭവിക്കാൻ നിങ്ങൾ പ്രായമാവണമെന്നൊന്നുമില്ല, നിങ്ങളുടെ തലയിലൊരു തേങ്ങ വീണാൽ മതി. ഇത് നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രിയാണ് ഈ സാധനം. പ്രായമാകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ബ്രെയിൻ അതിൻ്റെ കപ്പാസിറ്റി കുറയും. അത് മീൻസ് അത് ഷ്രിങ്ക് ചെയ്യും. അതിൻ്റെ ബ്രെയിൻ മാറ്ററിൽ വരുന്ന വ്യത്യാസങ്ങളുണ്ട്. ഇനിയിപ്പോൾ അസുഖങ്ങൾ കൊണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ തിങ്കിങ്, കോഗ്നേറ്റീവ് എബിലിറ്റിയിൽ വ്യത്യാസം വരും. അപ്പോൾ സ്വാഭാവികമായിട്ടെന്ന് പറയാം. അതാണ് നമ്മളെപ്പോഴും പറയുന്നത്, നമുക്ക് അങ്ങനെ ഒരു കിളി പോകുന്നു എന്ന് നമുക്ക് തോന്നി അപ്പം നിർത്തുക പരിപാടി. അതാണ് ഏറ്റവും സേഫ്.